എന്തായാലും സന്നിധാനത്ത് ഒന്ന് വിശ്രമിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സന്നിധാനത്തെ ശബരി ഗസ്റ്റ് ഹൗസിന് പുതിയ മുഖം കൊടുത്തിരിക്കുകയാണ് ദേവസ്വം അല്ലേ. 1.74 കോടി രൂപ മുടക്കി പുതുക്കി പണിഞ്ഞ ഗസ്റ്റ് ഹൗസിൽ ശീതീകരിച്ചതടക്കം AC ഉള്ളതടക്കം 54 മുറികളുണ്ട്. സന്നിധാനത്തെ പ്രധാന ഗസ്റ്റ് ഹൗസായ ശബരിയിലെ ദുരിതത്തിലും ശോച്യാവസ്ഥയ്ക്കും അന്ത്യം. കഴിഞ്ഞ മണ്ഡല സീസൺ വരെ അല്ലെങ്കിൽ മലയാള സീസൺ വരെ ഒരു വൃത്തിയായി അവിടെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കുറി എത്തുന്ന ഭക്തന്മാർക്ക് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമല്ല. അതിന് ചുക്കാൻ പിടിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. ഇങ്ങനൊരു മാനത്തിന് കാര്യം എന്താണ്? പത്രമാധ്യമങ്ങളിലും വലിയ വിമർശനങ്ങൾ വരികയും ഭക്തജനങ്ങൾ കൂടുതൽ പരാതി പറയുകയും ചെയ്തൊരു സംഭവമായിരുന്നു ഈ ശബരി ഗസ്റ്റ് ഹൗസിൻ്റെ ശോചനീയാവസ്ഥ. അത് പരിഹരിക്കണമെന്നുള്ളൊരു കൂട്ടായ തീരുമാനമാണ്. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ഓൺ ഫണ്ടിൽ നിന്നും 1,70,00,000 രൂപ ചിലവാക്കി ഒരു എസ്റ്റിമേറ്റ് എടുത്ത് PWD റേറ്റിലുള്ള ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഞങ്ങൾ ഈ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. കോടതിയിൽ നിന്നൊക്കെയുള്ള അനുമതിയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തത്. നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഇത് എന്താ പറയുക, ഒരു വൃത്തിയില്ലാതെ കുറേ സ്ഥലത്ത് നെയ്ത്തേങ്ങ ഒടിക്കുന്ന സ്ഥലം പൊളിഞ്ഞ് ദ്രവിച്ച് കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ ബാത്റൂമൊക്കെ ഇങ്ങനൊരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഇതിനൊക്കെ രണ്ടാക്കി, ഇപ്പോൾ നമ്മൾ രണ്ടാക്കി ടോയ്ലറ്റ് സംവിധാനം വേറൊരു ലെവലിലേക്കൊക്കെ നമ്മളാക്കി എല്ലായിടത്തും അത്യാവശ്യമുള്ള ഫിറ്റിങ്സും ഒക്കെ വെച്ച് നല്ല സെറയുടെ ഒക്കെ തന്നെയാണ് ക്വാളിറ്റി ഉള്ള സാധനമൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഫർണിച്ചർ കൂടി വരും, അതൊരാഴ്ചക്കകത്ത് അത് കൂടി വന്ന് കൊടുക്കുന്ന പൈസയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള പരാതി ഇല്ലാത്ത അവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവിടെ വരുന്ന ഭക്തർക്ക് വൃത്തിയുള്ള ശുചിയായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അത് മാത്രമേ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പോൾ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു സംതൃപ്തി നൽകുന്ന കാര്യമാണ്. നമ്മുടെ ജീവനക്കാർക്കും വളരെ സന്തോഷമാണ്. കാരണം അല്ലെങ്കിൽ ഇവരാണിത് ഞങ്ങളെ പരാതി കേൾക്കുന്നവരാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ, കേൾക്കുന്നതൊക്കെ ഇവരാണ്. അവരുടെയും ഒരു വിഷമം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാറി വളരെ സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ താമസിച്ച് ഭഗവാനെ ദർശിച്ച് മടങ്ങി പോകുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 കോടി രൂപ ചെലവിൽ ഗസ്റ്റ് ഹൗസ് നവീകരിക്കാൻ സ്പോൺസർ എത്തിയിരുന്നു. എന്നാൽ നിബന്ധനകൾ സംബന്ധിച്ച് കോടതി അതിർത്തി അറിയിച്ചു. ഇതോടെയാണ് ദേവസ്വം ബോർഡ് സ്വന്തം ചെലവിൽ ഗസ്റ്റ് ഹൗസ് പുതുക്കി പണിഞ്ഞത്. 4 നിലകളിലായി 54 മുറികൾ ഗസ്റ്റ് ഹൗസിലുണ്ട്. 2 പേർക്ക് താമസിക്കാവുന്ന 42 മുറികളാണ് ഇതിലുള്ളത്. ക്യാമറമാൻ അജിത്തിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.